ഞാനിന്ന് നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരത്തെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് ഞാൻ പറയുമ്പോഴേക്കും അത് മറ്റൊന്നുമില്ല, നമ്മുടെ നാടൻ സാധാരണ കുത്തിരിക്കഞ്ഞിയാണ്. ഇപ്പം മഴക്കാലമൊക്കെയായി നമ്മളിപ്പോൾ ധാരാളം ആളുകൾ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അൽഫാമ, മന്തി, പിന്നെ ഷവർമ, ഷവായി, അങ്ങനെ പല പല വെറൈറ്റീസ് ആയിട്ടുള്ള, പിന്നെ കെൻഡക്കിയും പിന്നെ കെ എഫ് സി ചിക്കന്, പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരാളം ഇത് വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ ആഗ്രഹിക്കുകയും അവർ കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ഒരു മലയാളികളുടെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ്. അപ്പോൾ കഞ്ഞി നമ്മുടെ ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ നല്ല ചൂട് കഞ്ഞിയെ കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ കഴിഞ്ഞ് എത്ര മുന്തിയ ഭക്ഷണം കഴിച്ചാലും ആ സുഖമൊന്നും നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ഞാനിന്ന് എനിക്ക് ഇച്ചിരി സമയം കിട്ടി, തിരക്കാണ് മിക്കവാറും. അപ്പോൾ ഞാനിന്ന് കരുതി കഞ്ഞി വയ്ക്കുക, നല്ല കുത്തിരി കഞ്ഞി വെക്കണം. അത് ഉപ്പിട്ടിട്ട് സ്പൂൺ കൊണ്ടൊന്നുമില്ല, കൈ കൊണ്ട് വേണം കോരി കുടിക്കാനായിട്ട്. അത് നല്ല പ്ലാവല കൊണ്ടൊക്കെ ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് അതൊന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ കുടിക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ എന്താണ്, കറി വെക്കണം. അപ്പോൾ എനിക്കിവിടെ ചക്കക്കുരു ഉണ്ട്, ചക്കയുണ്ട്. അപ്പോൾ ഞാൻ ചക്കക്കുരു ചുരണ്ടി റെഡിയാക്കി മെഴുക്കുവരട്ടി വെച്ചു. എനിക്കിവിടെ വഴുതനങ്ങയുണ്ട്, വഴുതനങ്ങ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇങ്ങനെ ചീകി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് അതിനകത്ത് മറ്റൊന്നും ചേർത്തില്ല. ഇച്ചിരി ഉള്ളി, ചെറിയ ഉള്ളി, ഒരു പച്ചമുളക് അരിഞ്ഞിട്ടു, ഇച്ചിരി തേങ്ങ ചിരണ്ടി ഇട്ടു തോരൻ ഉണ്ടാക്കി ഞാൻ. വഴുതനങ്ങ തോരൻ, നല്ല കൂണ്, നമ്മുടെ ഫ്രഷ് നാടൻ കൂണ് കിട്ടില്ല, അതിൻ്റെ ടേസ്റ്റാണ് ഈ വഴുതനങ്ങ തോരൻ വെച്ച് കഴിഞ്ഞാൽ, നല്ല ടേസ്റ്റാണ്. ഈ ചക്കക്കുരു മെഴുക്കുവരട്ടി എന്ന് പറഞ്ഞ് ഞാൻ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് നല്ല ഞാൻ കാണിക്കാം. അങ്ങനെ കിടിലക്കിടമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് പരിപാടിയൊക്കെ അരമണിക്കുണ്ട്. പിന്നെ ഞാൻ ചമ്മന്തി അരയ്ക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് ചമ്മന്തി മിക്സിയിൽ വെച്ചാൽ എനിക്കിഷ്ടമില്ല. എനിക്ക് കല്ലിൽ അരയ്ക്കണം. എനിക്ക് കല്ലരയ്ക്കാൻ വേണ്ടി കല്ലില്ല. ഞാൻ ചമ്മന്തിയൊക്കെ അരയ്ക്കും, ഒരു വിഷമവുമില്ല എനിക്ക്. അതിന് കല്ലില്ലാത്തതുകൊണ്ട് അത് ഞാൻ അവോയ്ഡ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി ഒരു മുട്ട പൊരിച്ച് കഴിക്കണം. അപ്പോൾ ഞാനൊരു മുട്ട പൊരിച്ചെടുത്തു. എൻ്റെ നാരങ്ങയിൽ എനിക്ക് ഇഷ്ടംപോലെ നാരങ്ങയുണ്ട്. ഞാനത് നാരങ്ങ വെറുതെ ഞാൻ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇച്ചിരി ഉപ്പും വിനെഗിരിയും മുളക് പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നാരങ്ങ വാട്ടി നാരങ്ങയിലേക്ക് അതിലും. അത് സിമ്പിൾ, എണ്ണയും അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. എത്ര ദിവസം പോലും ഇരുന്നോളും. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ഇച്ചിരി ഉപ്പും മുളക് പൊടിയും പിന്നെ എന്താ പറയുക, കായപ്പൊടിയും മാത്രം ഞാൻ ചേർക്കാറുള്ളൂ. എൻ്റെ അച്ചാറിന് നല്ല ടേസ്റ്റാണ്, വേറൊന്നുമില്ല. അപ്പോൾ കഞ്ഞി ഞാൻ കാണിക്കേണ്ട കാര്യമില്ല. ഇതെൻ്റെ കഞ്ഞിയാണ്, നല്ല കുത്തിരി കഞ്ഞിയാണ്. ഓക്കെ, എൻ്റെ കറികൾ ഞാൻ കാണിക്കാം. ദാറ്റ്സ് ഇറ്റ്, യു ലുക്ക് അറ്റ് ഹിയർ. ഇതെൻ്റെ ചക്കക്കുരു മെഴുക്കുവരട്ടി. എന്നെ കളറായല്ലേ, ചക്കക്കുരു മെഴുക്കുവരട്ടി കണ്ടില്ലേ? ഇതെൻ്റെ ചക്കക്കുരു മെഴുക്കുവരട്ടി. ഇതെൻ്റെ വഴുതനങ്ങ തോരനാണ്. ഇതിനകത്ത് നല്ല അടിപൊളി തോരനാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞൊരു കൂടിൻ്റെ ടേസ്റ്റാണിത്. ഇത് ഞാനൊരു മുട്ട പൊരിച്ചാണ്, ഒരു സിംഗിൾ മുട്ട, ഒറ്റ മുട്ട പൊരിച്ചിട്ടുള്ളൂ. അതിൽ ഓംലെറ്റ് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ എൻ്റെ നാടൻ നാരങ്ങാച്ചാർ എന്ന് പറയും ഇതിന്. എന്താ വെച്ചാൽ ഈ നാരങ്ങാച്ചാറിന് ഞാൻ കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല. വെറുതെ ഉപ്പ്, വിനാഗിരി, മുളക് പൊടി, then ഇച്ചിരി കായപ്പൊടി, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നല്ല ടേസ്റ്റ്, ഇരുന്നോളും, കഞ്ഞിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതാണ്